അതെന്താ? അത് സമയം കിട്ടുന്നില്ല. പിന്നെ എനിക്ക് പിന്നെ യൂട്യൂബർ ആവണോ ഞാൻ? വേണ്ടേ? ആണല്ലോ, ഒരു നടനായ മതിയില്ലേ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ? പാഷൻ അതാണല്ലോ. സത്യത്തിൽ ഞങ്ങൾ കേട്ടത് ഇത് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള വീടാണെന്നൊക്കെയാ. ആളുകളുടെ ഊഹാപോഹങ്ങളാണ് അതെല്ലാം. അതെല്ലേ? ആളുകൾ പലതും പറയും. അതെ, അതൊക്കെ പറയട്ടെ അല്ലേ? അപ്പൊ എന്നെ പറ്റി ആളുകൾ പലതും പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണെന്ന് എനിക്ക് പറയാൻ പാടില്ല. അല്ല, അപ്പൊ ഞാനിങ്ങനെ ചോദിക്കാണ്, ഈ വീടിന് കോടിക്കണക്കിന് രൂപയുടെ വിലയോ? സത്യം എന്ത്? ഞാൻ ലോൺ എടുത്തിട്ടാണ് ഈ വീട് വച്ചേക്കുന്നത്. അത് സത്യം പറയാം. കോടി 1 കോടിയുടെ കഴിഞ്ഞുണ്ട്. കാര്യം സ്ഥലത്തിന് ഇവിടെ ഇത് പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോ വീടും എല്ലാം കൂടി 1 കോടിയുടെ മേളിലായിട്ടുണ്ട്. ഒരുപാട് കഥ പറഞ്ഞിരിക്കാതെ വീട് കണ്ടേ? കാരണം എനിക്ക് വേറെ പരിപാടിയുള്ള അത് സത്യമാണ്. ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ 1, 2, 3 ഇത് എന്തോരം ബ്ലോക്ക്. ഒരാളെ എനിക്ക് വാച്ച് ഇടുന്ന ആളുകൾക്ക് വേണ്ടിട്ട് ഞാൻ വെച്ചാണ്. 2 വാച്ച് ഇടുന്നവർക്ക് 2 ക്ലോക്ക് വെച്ചാണ്. ഓ എന്റെ അമ്മേ. ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച എല്ലാം. ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച. കുതിരന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച. എനിക്ക് സ്ഥലത്ത് വന്നപ്പോ കാശ് കൊടുത്തിട്ട് അവർ തന്നാണ്. സ്ഥലത്ത് ക്ലോക്ക് ഇത് ഗിഫ്റ്റ് തന്നാട്ടോ. ഇത് ഗിഫ്റ്റാണ്. ഇത് ഹൗസ് വാമിന് ആരാന്ന് എനിക്കറിയാം. എല്ലാം ഉമ്മാണ് തുറന്നത്. ഞാൻ തുറക്കണ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. ഗിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കി ഉമ്മയാണ്. ഭയങ്കര സന്തോഷം. ഇവിടെ എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ വെച്ചേക്കണം. ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ഷോക്കേസ് വെക്കണം, ഇതൊക്കെ വെക്കുന്നതൊക്കെ ആരാണ്? എന്റെ പ്ലാനാണ്. ഇതെല്ലാം ഐഡിയ ഒക്കെ ഈ ഐഡിയ കൊടുത്തതൊക്കെ ഈ ട്രോഫികളൊക്കെ തന്ന ഓരോ സ്ഥലത്ത് പോയവർക്ക് കിട്ടിയതാ. അപ്പൊ ആ സ്ഥലത്തുള്ള ആളുകളുടെ സ്നേഹമാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് എപ്പോഴത്തെ വയ്ക്കും, എങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോ ഞാന് ഇത് ഇന്റീരിയർ ചെയ്യാനുള്ള പൈസ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്താലോ. കാര്യം വുഡ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കളർ ഇതൊക്കെ ആയിട്ട് മാച്ചാ. ഏകദേശമൊക്കെ ഇതൊക്കെ സോഫ എല്ലാം ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. അപ്പൊ ഞാൻ ഈ കളർ പിടിക്കുന്ന വുഡിന്റെ എല്ലാം ഞാൻ തന്നെ പിടിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു സാധനം തന്നെ കുറെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചു. അതൊക്കെ ഇത് കണ്ടിന്യൂ കുറെ ആളുകൾ വെക്കട്ടെ. എത്ര മുറിയുണ്ട്? 2 മുറി. ഇതെന്റെ ബെഡ്റൂമാണ്. എന്റെ ബെഡ്റൂമിൽ എന്റെ എത്ര ഫോട്ടോയാ. ഇതിലുണ്ടല്ലോ ഫോട്ടോ. ഇത് ഗിഫ്റ്റ് എന്താണ്? ഫോട്ടോ കഴിഞ്ഞിട്ട് ഒരു വഴിയില്ലല്ലേ, സ്ഥലം ഇല്ലല്ലേ? ഈ ഫോട്ടോ ഞാൻ ഉംറ ചെയ്താണ്. ഓ അത് ശരി. മദീനത്തൊക്കെ പോയ ഇതൊക്കെ ഫോട്ടോഷോപ്പ് അല്ല, ഫോട്ടോഷൂട്ട്. ഓൾമോസ്റ്റ് എല്ലാം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകും.